ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക അടുത്ത മാസം 5-നാണ് പുറത്തിറക്കുന്നത്. ന്യായയാത്രയിലെ പ്രഖ്യാപനങ്ങളാകും പ്രകടന പത്രികയിൽ പ്രധാനമായും ഉണ്ടാവുക. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്. നോബിൾ, ന്യായയാത്രയുടെ സമാപന വേളയിൽ ഉൾപ്പെടെ നമുക്കറിയാം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഒക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ 5 പ്രഖ്യാപനങ്ങളായിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും അത്തരം കാര്യങ്ങൾ തന്നെയാണോ ഉണ്ടാവുക? വിനീത, കോൺഗ്രസിന്റെ പ്രകടന പത്രിക വരുന്ന മാസം 5-ാം തീയതി ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതായിരിക്കും എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് വനിതകൾ, യുവാക്കൾ, അതോടൊപ്പം തന്നെ കർഷകർ, അതോടൊപ്പം മറ്റ് പ്രായമായ ആളുകൾ, സ്ത്രീകൾ, അത്തരത്തിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഒരു പ്രകടന പത്രികയായിരിക്കും ഇറക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. പ്രകടന പത്രികയിലെ പല പ്രഖ്യാപനങ്ങളും രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടയിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് സ്ത്രീകൾക്കായുള്ള നിരവധി പദ്ധതികളുടെ ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ നേരത്തെ തന്നെ വരികയും ചെയ്തതാണ്. എന്നാണെങ്കിലും 25-അധികം വരുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത ആഴ്ചയാണ് അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുക. എന്നാണെങ്കിലും വലിയൊരു ചടങ്ങായി തന്നെ ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിനെ മാറ്റാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രധാന നേതാക്കൾ എല്ലാം പങ്കെടുക്കും. പ്രത്യേകിച്ച് സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സർക്കാർ കഴിഞ്ഞ 10 വർഷം എന്തൊക്കെയാണോ ജനങ്ങൾക്ക് നൽകാതിരുന്നത് അതെല്ലാം, പ്രത്യേകിച്ച് കർഷകരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം, അതോടൊപ്പം തന്നെ യുവാക്കളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് തൊഴിലുറപ്പ് നൽകുന്ന പല പദ്ധതികൾ, ഒപ്പം സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് മിനിമം വേതനം ഉറപ്പാക്കുന്ന പദ്ധതികൾ, സ്ത്രീ സുരക്ഷ, അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ എന്താണെങ്കിലും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാനായ P. ചിദംബരത്തിന്റെ അധ്യക്ഷതയിൽ ശശി തരൂർ അടക്കമുള്ളവർ പങ്കെടുത്ത് പൂർത്തിയാക്കുകയും ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉൾപ്പെടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൈമാറിയതിന് പിന്നാലെയാണ് എന്താണെങ്കിലും വരുന്ന മാസം 5-ാം തീയതി ഈ പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത.